നോട്ട് അസാധുവാക്കലിന് ശേഷം ഗുജറാത്തിലെ ബിജെപി നേതാക്കൾ പഴയ നോട്ടുകൾ മാറ്റി പുതിയ നോട്ടുകൾ നൽകുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ഒന്നിച്ചു നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ബിജെപി നേതാക്കളുടെ ഇടപാട് ദൃശ്യങ്ങൾ പുറം ലോകത്തിലെത്തിയത്. അതേസമയം പുറത്തുവിട്ട ദൃശ്യത്തിന്റെ ആധികാരികത സ്ഥിരീകരിക്കാൻ കഴിയില്ലെന്നും കപിൽ സിബൽ പറഞ്ഞു. ബിജെപിയിൽ പൊട്ടിത്തെറി. സീറ്റ് നിശ്ചയിച്ചതിനെതിരെ ബിജെപി സ്ഥാപക നേതാവ് മുരളി മനോഹർ ജോഷിയും LK അദ്വാനിയും രംഗത്ത്. പാർട്ടിയെ കുറ്റപ്പെടുത്തി മുരളി മനോഹർ ജോഷി കാൺപൂർ മണ്ഡലത്തിലെ പ്രവർത്തകർക്ക് എഴുതിയ കത്ത് പുറത്തായി. മുതിർന്ന നേതാക്കൾക്കെതിരെ മോദി അമിത്ഷാ നീക്കത്തിൽ RSS തലവൻ മോഹൻ ഭഗതിനും അമർഷമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ബിജെപി എംപിയും ചലച്ചിത്ര താരവുമായ ശത്രുഘ്നൻ സിൻഹ ഈ ആഴ്ച കോൺഗ്രസിൽ ചേരും. ബിജെപിയിൽ കലാപക്കൊടി ഉയരുന്നു. മോദി അമിത്ഷാ പ്രമാദിത്വത്തിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട LK അദ്വാനി, മുരളി മനോഹർ ജോഷി എന്നിവർ പാർട്ടി നേതൃത്വത്തിനെതിരെ രംഗത്തെത്തി. മുരളി മനോഹർ ജോഷിയുടെ മണ്ഡലമായ വാരണാസി 2014 മത്സരിക്കാനായി കൈയടക്കിയ മോദി പകരം നൽകിയ കാൺപൂർ സീറ്റ് ഇത്തവണ മുരളി മനോഹർ ജോഷിക്ക് നൽകുന്നില്ല. സംഘടനാ ജനറൽ സെക്രട്ടറി രാംലാൽ മത്സരരംഗത്തുനിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടതായി വ്യക്തമാക്കി കാൺപൂരിലെ പ്രവർത്തകർക്ക് ജോഷി എഴുതിയ കുറിപ്പ് പുറത്തുവന്നു. തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്നും പിന്മാറുന്നതായി സ്വയം പ്രഖ്യാപിക്കാൻ മുരളി മനോഹർ ജോഷിയോട് ദൂതന്മാർ മുഖേന മോദിയും അമിത്ഷയും ആവശ്യപ്പെട്ടെങ്കിലും നേരിട്ട് സംസാരിക്കാത്തതിനാൽ മുരളി മനോഹർ ജോഷി ദൂതന്മാരോട് പൊട്ടിത്തെറിച്ചു. എന്തുകൊണ്ട് എന്നോട് നേരിട്ട് സംസാരിക്കാൻ അവർ ഭയപ്പെടുന്നുവെന്നായിരുന്നു ജോഷിയുടെ ചോദ്യം. LK അദ്വാനിയോടും വിരമിക്കൽ പ്രഖ്യാപിക്കാൻ സമീപിച്ചെങ്കിലും ഉത്തരവാദിത്വപ്പെട്ടവർ സംസാരിക്കട്ടെ എന്ന് അദ്ദേഹവും ആവശ്യപ്പെട്ടു. എന്നാൽ ആരും സംസാരിച്ചില്ല. സീറ്റില്ല എന്ന കാര്യം പ്രഖ്യാപനത്തിലൂടെ മാത്രമാണ് അദ്വാനി അറിഞ്ഞത്. സ്ഥാപക നേതാക്കളെ അവഗണിച്ചതിൽ RSS തലവൻ മോഹൻ ഭഗവതിനും അമർഷമുണ്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം പട്ന സാഹിബിലെ ബിജെപി സിറ്റിംഗ് എംപിയും ചലച്ചിത്ര താരവുമായ ശത്രുഘ്നൻ സിൻഹ കോൺഗ്രസിൽ ചേരുമെന്ന് ബീഹാർ കോൺഗ്രസ് പ്രചാരണ സമിതി ചെയർമാൻ അഖിലേഷ് പ്രസാദ് സിംഗ് പ്രഖ്യാപിച്ചു. ബിജെപിയിലെ മോദി വിമർശകനായ ശത്രുഘ്നൻ സിൻഹയ്ക്ക് ഇത്തവണ ബിജെപി സീറ്റ് നൽകിയിട്ടില്ല. പകരം രവിശങ്കർ പ്രസാദിനെയാണ് പട്ന സാഹിബിൽ മത്സരിപ്പിക്കുന്നത്. 28, 29 തീയതികളിൽ ദില്ലിയിലെത്തുന്ന ശത്രുഘ്നൻ സിൻഹ കോൺഗ്രസ് നേതാക്കളെ കണ്ട് അംഗത്വം സ്വീകരിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. വയനാട്ടിലെ BDJS സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തീരുമാനം പിന്നീടെന്ന് തുഷാർ വെള്ളാപ്പള്ളി. രാഹുൽ ഗാന്ധി വന്നാൽ BJPയുമായി സീറ്റ് വെച്ച് മാറുമെന്നും തുഷാർ. ആലത്തൂരിൽ TV ബാബു, ഇടുക്കിയിൽ ബിജു കൃഷ്ണൻ, മാവേലിക്കരയിൽ തഴവ സഹദേവൻ എന്നിവർ മത്സരിക്കും. തുഷാർ വെള്ളാപ്പള്ളി തൃശൂരിലോ വയനാട്ടിലോ മത്സരിക്കും. 2 ദിവസത്തിനകം അന്തിമ തീരുമാനമുണ്ടാകും. രാഹുൽ മത്സരിക്കാനെത്തുകയാണെങ്കിൽ വയനാട് സീറ്റ് BJPക്ക് വിട്ടു നൽകുന്നതും പരിഗണിക്കും. BJP കേന്ദ്ര നേതൃത്വം BDJSന് സ്ഥാനങ്ങൾ നൽകുന്നതിൽ വ്യക്തമായ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും തുഷാർ പറഞ്ഞു. അതുപോലെ തന്നെ വയനാടുമുണ്ട്. അത് വരുന്ന നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അതിനെക്കുറിച്ച് ഒരു BDJSന്റെ സംസ്ഥാന കൗൺസിൽ കൂടിയ ശേഷം തീരുമാനമെടുത്ത് ഡിക്ലെയർ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾ കാര്യം ഇപ്പം പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഇവിടെ വയനാട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏത് സ്ഥാനാർത്ഥി വരണമെന്നുള്ളത് ഇപ്പം BDJS ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റുന്നത് മാത്രം ഒരു കാര്യമല്ലല്ലോ. അത് തീർച്ചയായും NDAയിൽ മറ്റുള്ള ആളുകളൊക്കെ ആയിട്ട് കൂടിയാലോചിച്ച് വേണം ഒരു തീരുമാനം എടുക്കാൻ. അതിനുവേണ്ടിയാണ് അത് സ്വല്പമായി നിൽക്കുന്നത്. ബോർഡ്, കോർപ്പറേഷൻ പദവികളും കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ പദവിയുമാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ സ്ഥാനങ്ങൾ നൽകാതിരുന്ന പശ്ചാത്തലത്തിലാണ് കൃത്യമായ ഉറപ്പ് ഇത്തവണ വാങ്ങിയത്. രാഹുലിന് വടക്കേ ഇന്ത്യ ഭദ്രമല്ലാത്തതിനാലാണ് സുരക്ഷിത മണ്ഡലം തേടി കേരളത്തിലെത്തിയതെന്നും തുഷാർ പറഞ്ഞു. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. NDA സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം വൈകിയത് ആദ്യഘട്ടത്തിൽ തിരിച്ചടിയായെന്ന് NDA സംസ്ഥാന നേതൃയോഗത്തിന്റെ വിലയിരുത്തൽ. തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ മുന്നണിക്കുള്ളിൽ ആശങ്ക തുടരുന്ന സാഹചര്യത്തിൽ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നും നേതൃത്വം വ്യക്തമാക്കി. ബീഹാറിൽ BJP നേതാവ് രവിശങ്കർ പ്രസാദിനെതിരെ പ്രതിഷേധം. കരിങ്കൊടി കാട്ടിയും തമ്മിൽ തല്ലിയും പ്രതിഷേധം. RK സിൻഹയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ശത്രുഘ്നൻ സിൻഹയെ വെട്ടി രവിശങ്കർ പ്രസാദിന് സ്ഥാനാർത്ഥിത്വം നൽകിയതിനെതിരെയാണ് പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയതായിരുന്നു രവിശങ്കർ പ്രസാദ്. ശാരദ ചിട്ടിത്തട്ടിപ്പ് കേസിൽ കൊൽക്കത്ത കമ്മീഷണറായിരുന്ന രാജീവ് കുമാറിനെതിരെ ഗൌരവ വെളിപ്പെടുത്തലുകളെന്ന് സുപ്രീം കോടതി. CBI സമർപ്പിച്ച തൽസ്ഥിതി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ പരാമർശം. അതീവ ഗൌരവമായ കാര്യങ്ങളാണ് റിപ്പോർട്ടിലുള്ളതെന്നും കണ്ണുകെട്ടി ഇരിക്കാനാകില്ലെന്നും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി വ്യക്തമാക്കി. രാജീവ് കുമാറിനെതിരെ എടുക്കേണ്ട നടപടി എന്താണെന്ന് സൂചിപ്പിച്ച് 10 ദിവസത്തിനകം അപേക്ഷ നൽകാനും CBIക്ക് നിർദ്ദേശം നൽകി. മുൻ കൊൽക്കത്ത കമ്മീഷണർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന് ആരോപിച്ച് CBI
സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. രാജീവ് കുമാറിനെ ചോദ്യം ചെയ്യാനായി CBI സംഘം കൊൽക്കത്തയിലെത്തിയത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് വഴിവെച്ചിരുന്നു. വയനാട്ടിലേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ വരവ് പ്രതീക്ഷിച്ച കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും കടുത്ത അമർഷത്തിലും നിരാശയിലും. രാഹുൽ ഗാന്ധി തീരുമാനമെടുക്കുന്നതിന് മുൻപ് അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കുമെന്ന് പറഞ്ഞ നേതൃത്വത്തിന്റെ നിലപാടിൽ കടുത്ത പ്രതിഷേധമാണ് അണികളിൽ നിന്നുയരുന്നത്. രാഹുൽ മത്സരിക്കുമെന്ന പ്രഖ്യാപനം വന്ന് 4 ദിവസം പിന്നിട്ടിട്ടും തീരുമാനമാകാത്തത് കോൺഗ്രസിനും UDF-നും തിരിച്ചടി കൂടി ആയിരിക്കുകയാണ്. മത്സരിക്കുമെന്ന മുതിർന്ന നേതാക്കളുടെ പ്രഖ്യാപനത്തെ ഹർഷാരവങ്ങളോടെയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ വരവേറ്റത്. എന്നാൽ പ്രഖ്യാപനം നടത്തി 4 നാൾ പിന്നിട്ടിട്ടും ഹൈക്കമാൻഡിന്റെ തീരുമാനം വരാത്തത് ഉമ്മൻചാണ്ടിയെയും ചെന്നിത്തലയെയും മുല്ലപ്പള്ളിയെയുമെല്ലാം വിഷമമുഹൂർത്തത്തിലാക്കിയിരിക്കുകയാണ്. രാഹുലിന്റെ വരവ് പ്രതീക്ഷിച്ച പ്രവർത്തകരും ഇപ്പോൾ നിരാശയിലും അമർഷത്തിലുമാണ്. വയനാട്ടിൽ പ്രചാരണം തുടങ്ങിയ ടി സിദ്ദിഖ് രാഹുലിനു വേണ്ടി കളമൊഴിഞ്ഞു. പക്ഷേ വരുമെന്ന് പറഞ്ഞ അധ്യക്ഷൻ മാത്രം വന്നില്ല. പ്രഖ്യാപനം നടത്തിയിട്ട് ഒന്നല്ല ദിവസം 4 കഴിഞ്ഞു. അപ്പോഴും അവ്യക്തത തുടരുകയാണ്. ഇനി കേവലം 27 ദിവസം മാത്രമാണ് വോട്ടെടുപ്പിന് അവശേഷിക്കുന്നത്. ആർക്കുവേണ്ടി വോട്ട് തേടും എന്ന സംശയത്തിലാണ് വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ. വടകരയിലും സ്ഥിതി വ്യത്യസ്തമല്ല. കെ മുരളീധരനെ തന്നെ കളത്തിലിറക്കിയെങ്കിലും ഹൈക്കമാൻഡിൽ നിന്ന് പ്രഖ്യാപനം വരാത്തതിനാൽ മുരളീധരനും മനസ്സുറപ്പിച്ച് വോട്ട് തേടാനാവുന്നില്ല. ഇതിൽ മുരളീധരൻ അസംതൃപ്തിയിലാണ്. നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണ് ഇതിനെല്ലാം ഇടയാക്കിയതെന്ന വിമർശനമാണ് ഇപ്പോൾ രണ്ടാം നിര നേതാക്കൾക്കും അണികൾക്കുമുള്ളത്. എത്രയും വേഗം തീരുമാനം കൈക്കൊണ്ടില്ലെങ്കിൽ വൻ തിരിച്ചടിയാകും ഫലമെന്നും രഹസ്യമായി പല നേതാക്കളും സമ്മതിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തിൽ ദേശീയ സംസ്ഥാന നേതാക്കൾ ഇരുട്ടിൽ തപ്പുമ്പോഴും രാഹുൽ ഗാന്ധി മൌനത്തിൽ. 2ാം മണ്ഡലത്തിൽ മത്സരിക്കുന്നതിൽ നാളേക്കകം രാഹുലിന്റെ തീരുമാനമുണ്ടായേക്കും. 2ാം മണ്ഡലത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചാൽ വയനാടും സജീവമായി പരിഗണിക്കും. വടകരയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിലും ദേശീയ നേതൃത്വത്തിന് ഉത്തരമില്ല. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തിൽ സമ്പൂർണ്ണ അനിശ്ചിതത്വം. ഇത് 4ാം ദിവസം. രാഹുലിന്റെ തീരുമാനം വൈകുന്നതോടെ ഇരുട്ടിൽ തപ്പുകയാണ് കേന്ദ്ര സംസ്ഥാന നേതാക്കൾ. ദക്ഷിണേന്ത്യയിൽ പാർട്ടി അധ്യക്ഷൻ സ്ഥാനാർത്ഥിയാകണമെന്ന ആവശ്യം പാർട്ടിയിലുണ്ട്. എന്നാൽ രണ്ടാമതൊരു സീറ്റിൽ മത്സരിക്കുന്നതിൽ രാഹുൽ ഇതേവരെ തീരുമാനമെടുത്തിട്ടില്ല. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് രാഹുൽ മത്സരിക്കണമെന്ന് ആവശ്യമുണ്ടെങ്കിലും ഇതേവരെയായി തീരുമാനമായിട്ടില്ല എന്ന് ദേശീയ വക്താവ് രൺദീപ് സിംഗ് സുർജേവാല ആവർത്തിച്ചു. Shri Rahul Gandhi and Congress Party deeply respects the sentiments expressed by leaders, workers and people of these 3 states. As and when a decision is taken on the same, we will be happy to inform you. വയനാട് രാഹുലിന്റെ തീരുമാനത്തിനായി വൈകിപ്പിക്കുന്നതാണെങ്കിൽ വടകരയിലെ പ്രഖ്യാപനം എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ള ചോദ്യത്തിന് AICCക്ക് കൃത്യമായ ഉത്തരമില്ല. ബംഗളൂരു സൗത്ത് മണ്ഡലത്തിൽ നിന്ന് മോദി സ്ഥാനാർത്ഥിയാകുമോ എന്ന് കാത്തുനിൽക്കുന്നതിനാലാണ് രാഹുൽ തീരുമാനം വൈകിക്കുന്നതെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ വാദം. എന്നാൽ അവിടെ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ ഈ വാദത്തിനും നിലനിൽപ്പില്ലാതായി. വയനാട്, വടകര സീറ്റിൽ തീരുമാനം വൈകിക്കുന്നതിൽ കടുത്ത നിരാശയിലാണ് കേരളത്തിലെ നേതാക്കൾ. തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് ചേരാത്തതിനാൽ പ്രഖ്യാപനം ഇന്നും ഉണ്ടായേക്കില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. വർണ്ണവെറി പരാമർശവുമായി കോൺഗ്രസ് നേതാവ് പീതാംബരക്കുറുപ്പ്. വൈദ്യുതി മന്ത്രി M.M. മണിയാണ് നിറം പറഞ്ഞ പീതാംബരക്കുറുപ്പ് പരിഹസിച്ചത്. തിരുവനന്തപുരം നെടുമങ്ങാട് നടന്ന UDF കൺവെൻഷനിലാണ് കോൺഗ്രസ് നേതാവ് പീതാംബരക്കുറുപ്പിന്റെ വർണ്ണവെറി നിറഞ്ഞ പരിഹാസം മന്ത്രിക്കെതിരെ ഉണ്ടായത്. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും UDF ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി അടൂർ പ്രകാശും മറ്റു നേതാക്കളും വേദിയിലിരിക്കുകയായിരുന്നു പീതാംബരക്കുറുപ്പിന്റെ നിറം നോക്കിയുള്ള പരിഹാസം. 45 അണക്കെട്ടുകൾ ഒരുമിച്ച് തുറന്നു വിട്ടാൽ സഹാറ മരുഭൂമിയിലും വെള്ളപ്പൊക്കം ഉണ്ടാവുമല്ലേ? ഇല്ലേ? ഇതിന്റെ ചുമതല വഹിക്കുന്ന ആദിവാസി സമുദായത്തിൽപ്പെട്ട ഒരു ഉയർന്ന എഞ്ചിനീയറാണ് ശ്രീ കരപ്പാൻകുട്ടി. ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ അടുത്താണ് 10-30 കൊല്ലം വാടകയ്ക്ക് താമസിക്കുന്നത്. അദ്ദേഹം 100 വട്ടം അവരോട് പറഞ്ഞു ഇത് തുറക്കരുത്. പക്ഷെ വൈദ്യുതിയുടെ ചാർജുള്ള മന്ത്രി ഉണ്ടല്ലോ, ഓണറബിൾ മിനിസ്റ്റർ മിസ്റ്റർ ബ്ലാക്ക് മണി. വൈദ്യുതിയുടെ ചാർജുള്ള അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞത് താരങ്ങൾ ചെയ്താൽ മതി, വരെ സംസാരിക്കണ്ട. രാജ്യത്ത് വർണ്ണവെറിക്കെതിരെ ജനാധിപത്യ വിശ്വാസികൾ ശക്തമായ നിലപാടെടുക്കുമ്പോഴാണ് പീതാംബരക്കുറുപ്പിന്റെ വർണ്ണവെറി പരാമർശം. പീതാംബരക്കുറുപ്പിന്റെ പരിഹാസം കോൺഗ്രസ് നേതൃത്വം തള്ളിക്കളയുന്നുണ്ടോ എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദൻ ചോദിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഓച്ചിറയിൽ നിന്ന് കാണാതായ പെൺകുട്ടിയെയും യുവാവിനെയും മുംബൈ പനവേലിൽ നിന്ന് പോലീസ് കണ്ടെത്തി. മുംബൈയിലെ മലയാളി അസോസിയേഷന്റെ സഹായത്തോടെയാണ് കണ്ടെത്തിയത്.
തന്റെ ഇഷ്ടപ്രകാരമാണ് റോഷനുമൊത്ത് നാടുവിട്ടതെന്ന് പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു. 9 ദിവസം മുമ്പാണ് പെൺകുട്ടിയെ യുവാവും സംഘവും ചേർന്ന് തട്ടിക്കൊണ്ടുപോയതായി കാട്ടി രക്ഷിതാക്കൾ ഓച്ചറ പോലീസിന് പരാതി നൽകിയത്. തുടർന്ന് ഓച്ചറ പോലീസ് ബംഗളൂരു, രാജസ്ഥാൻ, മുംബൈ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് മുംബൈ പനവേലിയിലെ ചേരി പ്രദേശത്ത് ഒറ്റമുറി വീട്ടിൽ ഇവർ വാടകയ്ക്ക് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു വരുന്നതായി വിവരം ലഭിച്ചതും തുടർന്ന് മുംബൈ മലയാളി അസോസിയേഷന്റെ കൂടി സഹകരണത്തോടെ ഇവരെ കണ്ടെത്തുകയും ചെയ്തത്. ഇവരെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കേരളത്തിലേക്ക് പോലീസ് തിരിക്കും. പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്കും വിധേയമാക്കിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ പ്രായം തെളിയിക്കുന്ന രേഖകൾ ഇതുവരെ രക്ഷിതാക്കൾ പോലീസിന് നൽകിയിട്ടില്ല. സംഭവത്തെ രാഷ്ട്രീയവൽക്കരിച്ച ബിന്ദുകൃഷ്ണയ്ക്കും പെൺകുട്ടിയെ യുവാവിനൊപ്പം കണ്ടെത്തിയതോടെ വെട്ടിലായി. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തുവെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ക്യാൻസറിന് മരുന്ന് കണ്ടെത്താനുള്ള ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഗവേഷകരുടെ ശ്രമങ്ങൾ ഫലവത്താകുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിലെ ശാസ്ത്ര പ്രതിഭകൾ അന്താരാഷ്ട്ര തലത്തിൽ ഒന്നാം നിരയിൽ നിൽക്കുന്നവരാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്. ഡോക്ടർ ലിസി കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘത്തിൽ ഡോക്ടർ രഞ്ജിത്ത് പി നായർ, ഡോക്ടർ മോഹൻ, ഡോക്ടർ ആര്യ അനിൽ, ഡോക്ടർ മെജോ സി കോര, ഡോക്ടർ ഹരികൃഷ്ണൻ എന്നിവരാണ് ഉണ്ടായിരുന്നത്. മനുഷ്യത്വവും പ്രതിഭയും സമന്വയിപ്പിച്ച ഫലമാണ് ഈ കണ്ടുപിടുത്തമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്തെ തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ ഡ്രോൺ കണ്ടെത്തിയ സംഭവം ശംഖുമുഖം AC അന്വേഷിക്കും. ഇളങ്കോയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുക. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നഗരത്തിന്റെ പല ഭാഗത്തും ഡ്രോൺ കാണപ്പെട്ടതായി പറയുന്ന സംഭവത്തെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിനായി വ്യോമസേന, ISRO എന്നിവിടങ്ങളിലെ സാങ്കേതിക വിദഗ്ധരുടെ സേവനവും പോലീസ് തേടിയിട്ടുണ്ട്. ഓപ്പറേഷൻ ഉഡാൻ എന്നാണ് അന്വേഷണത്തിന്റെ പോലീസ് നാമകരണം ചെയ്തിരിക്കുന്നത്. പോലീസിന്റെ വിവിധ ഏജൻസികൾ അന്വേഷണത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആര് മത്സരിച്ചാലും ഇടതുപക്ഷത്തിന് പ്രശ്നമില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കോൺഗ്രസിന്റേത് സംഘടനാപരമായ പാപ്പരത്വം. രാഹുൽ എവിടെ മത്സരിച്ചാലും ഇടതുപക്ഷം നേരിടും. കേരളത്തിൽ വന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി രാഹുലിന് മനസ്സിലാക്കാമെന്നും കോടിയേരി കോഴിക്കോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി മേഘ ചേരുന്നു. മേഘ, മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് കോടിയേരി വ്യക്തമാക്കിയത്? റീബ, അല്പം മുമ്പാണ് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കോഴിക്കോട് മാധ്യമങ്ങളെ കണ്ടത്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി വയനാട് സീറ്റുമായി ചൊല്ലിയുള്ള തർക്കം കോൺഗ്രസിൽ നിലനിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കോടിയേരി ആദ്യം പ്രതികരിച്ചത്. ആര് മത്സരിച്ചാലും ഇടതുപക്ഷത്തിന് പ്രശ്നം ഇല്ല എന്ന് തന്നെ കോടിയേരി പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയം നീളുന്നത് വടകരയും ഒപ്പം തന്നെ വയനാട്ടിലെയും സ്ഥാനാർത്ഥി നിർണയം നീളുന്നത് കോൺഗ്രസിന്റെ സംഘടനാപരമായ പാപ്പരത്വം ആണ് എന്നാണ് കോടിയേരി പറഞ്ഞിരിക്കുന്നത്. രാഹുൽ ഗാന്ധി എവിടെ മത്സരിച്ചാലും ഇടതുപക്ഷം അതിനെ നേരിടും. കേരളത്തിൽ വന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി എന്താണ് എന്ന് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാക്കാം എന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമുക്കറിയാം NSSന്റെ യൂണിറ്റുകളെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല. കാരണം NSSന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ താൻ ആളല്ല എന്നാണ് കോടിയേരി പറഞ്ഞിരിക്കുന്നത്. അത് പിരിച്ചുവിട്ടത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. സമദൂരമാണ് NSSന്റെ നിലപാട്. അതിൽ മാറ്റമുള്ളതായി തനിക്ക് അറിയില്ല എന്നും കോടിയേരി പറഞ്ഞിരിക്കുന്നു. ഏതായാലും മുല്ലപ്പള്ളി രാമചന്ദ്രനും അദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നു. RSSന്റെ നാവായാണ് പല സമയത്തും മുല്ലപ്പള്ളി മാറിയിരിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏതായാലും കോൺഗ്രസിന്റെ സംഘടനാപരമായ പാപ്പരത്വമാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയം നീളുന്നത് എന്നാണ് കോടിയേരി പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിന്റേത് രാഷ്ട്രീയ പാപ്പരത്വമാണെന്നും ആര് മത്സരിച്ചാലും ഇടതുപക്ഷത്തിന് ഒരു പ്രശ്നമല്ലെന്നുമാണ് കോടിയേരി വ്യക്തമാക്കിയിരിക്കുന്നത്. KCBC തെരഞ്ഞെടുപ്പ് സർക്കുലർ പുറത്തിറങ്ങി. ഭരണഘടനയോടും ഭരണഘടനാ സ്ഥാപനങ്ങളോടും ആദരവുള്ള നേതാക്കൾ രാജ്യത്തിന്റെ ഭരണതലപ്പത്ത് വരണമെന്ന് KCBC. കത്തോലിക്ക സഭയ്ക്ക് ഏതെങ്കിലും മുന്നണിയോടോ പാർട്ടിയോടോ സ്ഥാനാർത്ഥിയോടോ ആഭിമുഖ്യമില്ല. ജനാധിപത്യ മതേതര കാഴ്ചപ്പാടിൽ നിന്നും വ്യതിചലിക്കുന്ന രാഷ്ട്രീയ നിലപാടിനെ സഭ പിന്തുണയ്ക്കില്ലെന്നും ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളെ ഇളക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളെയും രാഷ്ട്രീയ നിലപാടുകളെയും പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തികളും പാർട്ടിയും അധികാരത്തിൽ വരുന്നത് ആപത്തെന്നും സർക്കുലർ. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നു. ഉമേഷ്, KCBCയുടെ തെരഞ്ഞെടുപ്പ് സർക്കുലറാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഒരു പ്രത്യേക മുന്നണിയോടോ പാർട്ടിയോടോ ഒന്നും ആഭിമുഖ്യമില്ല എന്ന് നമുക്ക് വ്യക്തമായിരിക്കുന്നു. മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉമേഷ്?
റീബ, കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസവാക്യമാണ് സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. ഈ സർക്കുലറിൽ പ്രധാനമായും പറയുന്നത് ഭരണഘടനയോടും ഭരണഘടനാ സ്ഥാപനങ്ങളോടും ആദരവുള്ള നേതാക്കൾ രാജ്യത്തിന്റെ ഭരണതലപ്പത്ത് വരണം എന്നാണ് പറയുന്നത്. കത്തോലിക്ക സഭയ്ക്ക് ഏതെങ്കിലും മുന്നണിയോടോ പാർട്ടിയോടോ സ്ഥാനാർത്ഥിയോടോ ആഭിമുഖ്യമില്ല. ജനാധിപത്യ മതേതര കാഴ്ചപ്പാടിൽ നിന്നും വ്യതിചലിപ്പിക്കുന്ന രാഷ്ട്രീയ നിലപാടിനെ സഭ പിന്തുണച്ചില്ല. ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളെ ഇളക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളെയും രാഷ്ട്രീയ നിലപാടുകളെയും പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തികളും പാർട്ടിയും അധികാരത്തിൽ വരുന്നത് ആപത്താണ് എന്നും സഭ ചൂണ്ടിക്കാണിക്കുന്നു. ഭരണഘടനാപരമായ തുല്യതയും പരിഗണനയും ന്യൂനപക്ഷങ്ങൾക്ക് ആസൂത്രിതമായി നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്നും KCBC ഈ സർക്കുലറിൽ പറയുന്നുണ്ട്. ഭാരത പൗരൻ എന്ന നിലയിൽ ഒരു വ്യക്തിക്ക് കിട്ടേണ്ട ഭരണഘടനാപരമായ തുല്യതയും പരിഗണനയും പലപ്പോഴും നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ ദളിത് ക്രൈസ്തവർ ഇത്തരത്തിലുള്ള വിവേചനം അനുഭവിച്ചു വരുന്നു എന്നത് നിർഭാഗ്യകരമാണ്. ഇത്തരം വിവേചനങ്ങൾക്കെതിരെ നിലപാടെടുക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടികളും വ്യക്തികളും അധികാരത്തിൽ വരേണ്ടത് നീതി നിഷേധിക്കപ്പെടുന്ന എല്ലാ ജനവിഭാഗങ്ങളുടെയും ആവശ്യമാണ് എന്നും സർക്കുലർ ചൂണ്ടിക്കാണിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളെ അന്ധമായി അനുകരിക്കുന്ന നിയമനിർമ്മാണം ഭാരതത്തിന്റെ സംസ്കൃതിക്കും സാമൂഹിക ജീവിതത്തിനും ചേരുന്നതല്ല എന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ സർക്കുലർ ഈ വരുന്ന 7-ാം തീയതി, അതായത് അടുത്ത മാസം 7-ാം തീയതി, ഏപ്രിൽ 7-ാം തീയതി കേരളത്തിലെ സീറോ മലബാർ, ലത്തീൻ, മലങ്കര, കത്തോലിക്ക സഭകളിലെ എല്ലാ ദേവാലയങ്ങളിലും ദിവ്യബലി അർപ്പിക്കപ്പെടുന്ന എല്ലാ സ്ഥാപനങ്ങളിലും വായിക്കുകയും ഇതിലെ ആശയങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയും വേണമെന്നും സർക്കുലറിൽ കൃത്യമായി പറയുന്നുണ്ട്. റീബ, KCBC തെരഞ്ഞെടുപ്പ് സർക്കുലർ പുറത്തിറങ്ങി വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. യുണൈറ്റഡ് നഴ്സ് അസോസിയേഷനിലെ കൂടുതൽ സാമ്പത്തിക ക്രമക്കേട് പുറത്ത്. പ്രളയ ദുരിതാശ്വാസ തുക പിരിച്ചതിലും UNA വൻ വെട്ടിപ്പ് നടത്തിയതിന്റെ രേഖകൾ പീപ്പിൾ പുറത്തുവിട്ടു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ തീരുമാനിച്ചത് 11 ലക്ഷം രൂപ. പക്ഷേ പിരിച്ചതാകട്ടെ 32 ലക്ഷം രൂപ. സംഭാവന സ്വീകരിക്കാനായി വ്യാജ ലെറ്റർ ഹെഡും ഉപയോഗിച്ചു. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനിലെ സാമ്പത്തിക ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലാണ് സംഘടനയുടെ കൂടുതൽ ക്രമക്കേടിന്റെ തെളിവുകൾ പുറത്തുവന്നത്. മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസ നിധിയിലേക്ക് പിരിച്ച തുകയുടെ കണക്കും സംഘടനയുടെ ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷായുടെ നേതൃത്വത്തിലുള്ള ഭാരവാഹികൾ മറച്ചുവെച്ചു. ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ 11 ലക്ഷം രൂപ പിരിക്കാൻ തീരുമാനിച്ചതായും അതിനായി 305 രൂപ നഴ്സുമാരുടെ ലെവി എടുക്കുന്നതായും UNA സംസ്ഥാന ട്രഷറർ ബിബിൻ പോൾ നഴ്സുമാരെ അറിയിച്ചിരുന്നു. എന്നാൽ ആകെ പിരിച്ച തുക 32 ലക്ഷം രൂപയാണ് എന്നത് സംഘടനാ ഭാരവാഹികൾ മറച്ചുവെച്ചു. 2018 സെപ്റ്റംബർ 13-ന് 20 ലക്ഷം രൂപയും ഒക്ടോബർ 1-ന് 36,000 രൂപയും ഒക്ടോബർ 10-ന് 1 ലക്ഷം രൂപയും സംഘടന ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനായി പിരിച്ചു. കൂടാതെ പ്രളയ ദുരിതബാധിതരെ സഹായിക്കാനായി എന്ന പേരിൽ മുംബൈയിലെ ഗാർവെയർ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്നും 10 ലക്ഷം രൂപയും സംഭാവനയായി കൈപ്പറ്റി. സംഭാവന സ്വീകരിക്കാനായി യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ വ്യാജ ലെറ്റർ ഹെഡ് ഉപയോഗിച്ചു എന്നത് തട്ടിപ്പിന്റെ ആഴം കൂട്ടുന്നു. കാരണം സംഘടനയുടെ ദേശീയ പ്രസിഡന്റായ ജാസ്മിൻ ഷായെയാണ് ലെറ്റർ ഹെഡിൽ സംസ്ഥാന പ്രസിഡന്റായി കാണിച്ചിരിക്കുന്നത്. നിലവിൽ ഷോബി ജോസഫാണ് UNAയുടെ സംസ്ഥാന പ്രസിഡന്റ്. പിരിച്ച തുക കൃത്യമായി എത്രയെന്നോ അത് ദുരിതാശ്വാസ നിധിയിലേക്ക് എപ്പോൾ കൈമാറുമെന്നോ പറയാൻ ജാസ്മിൻ ഷാ തയ്യാറാകാത്തതും UNA ഭാരവാഹികളുടെ കള്ളക്കളികൾ വ്യക്തമാക്കുന്നു. ഷീജ, തിരുവനന്തപുരം. കോഴിക്കോട് അമിത വേഗതയിൽ പോയ പ്രൈവറ്റ് ബസ്സിൽ നിന്നും വീണ് യാത്രക്കാരൻ മരിച്ചു. യാത്ര ചെയ്തിരുന്ന ബസിന്റെ പിൻചക്രം കയറിയിറങ്ങുകയായിരുന്നു. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കോഴിക്കോട് നിന്നും മാവൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സിൽ നിന്നായിരുന്നു അപകടം. വയനാട് പഴയ വൈത്തിരി വാഹന അപകടത്തിൽ നിന്ന് 3 മരണം. തിരൂർ പൊന്മുണ്ടം താനാളൂർ സ്വദേശികളായ ഷാബിർ, കഹാർ, സൂഫിയാൻ എന്നിവരാണ് മരിച്ചത്. ഒരാൾക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് അപകടമുണ്ടായത്. 4 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് തിരൂരിലേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിരെ വരികയായിരുന്ന ടിപ്പറിൽ ഇടിക്കുകയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതോ അമിത വേഗതയോ ആണ് അപകട കാരണമെന്നാണ് പോലീസ് പറയുന്നത്. പരിക്കേറ്റ തിരൂർ പൊന്മുണ്ടം പാറമേൽ ഷമീദുൻ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംസ്ഥാനത്ത് സൂര്യാതാപ മുന്നറിയിപ്പ് തുടരുന്നു. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ 4 വയസ്സുകാരിക്ക് സൂര്യാഘാതമേറ്റു. വൈക്കത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ യുവാവിനും പാലക്കാട് ഓങ്ങല്ലൂർ സ്വദേശികൾക്കും പൊള്ളലേറ്റു. ഇതോടെ ഇന്ന് സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റവരുടെ എണ്ണം 9 ആയി. പാലക്കാട് ഇന്ന് 41 ഡിഗ്രി ചൂട് രേഖപ്പെടുത്തി. ചുട്ടുപൊള്ളുന്ന വെയിലിനെ നേരിടാനും
മറ്റു വാർത്തയിലേക്ക്. പ്രമുഖ ഗൃഹോപകരണ സ്ഥാപനമായ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിന്റെ 37ാമത് ഷോറൂം അടിമാലിയിൽ പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് ടൗൺ ഹാളിന് സമീപം 3 നിലകളിലായാണ് പുതിയ ഷോറൂം ഒരുക്കിയിട്ടുള്ളത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KN ദിവാകരൻ, പിട്ടാപ്പള്ളി ഗ്രൂപ്പ് ചെയർമാൻ PP ഔസേപ്പ് എന്നിവർ ചേർന്ന് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പിട്ടാപ്പള്ളിയിൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പള്ളിയിൽ, അടിമാലി സെന്റ് ജൂഡ് പള്ളി സഹവികാരി ഫാദർ ജോൺ ഊരോത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി വിവിധ ഓഫറുകളാണ് പിട്ടാപ്പള്ളി ഏജൻസീസ് ഒരുക്കിയിട്ടുള്ളത്.